മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പുണ്യമാക്കപ്പെട്ട നോമ്പിൻ്റെ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുന്ന വലിയ ഒരു സത്യം, ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ട്രെയിനിങ് പീരീഡാണ്. യേശുവിൻ്റെ മൂല്യങ്ങളിൽ വളരുവാനുള്ള ഒരു ട്രെയിനിങ് പീരീഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവമക്കളുടെ പദവി നിലനിൽക്കുവാനുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ് നോമ്പ് കാലം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, യേശുവിനുണ്ടായി 3 പരീക്ഷണം. പിശാച് യേശുവിനെ പരീക്ഷിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, വാസ്തവത്തിൽ പിശാച് യേശുവിനെ മാത്രമാണ് പരീക്ഷിക്കുന്നത്. മുഹമ്മദ് നബിയെയല്ല, കൃഷ്ണനെയല്ല, രാമനെയല്ല, ബുദ്ധനെയല്ല, യേശുവിൻ്റെ അടുത്തേക്കാണ് പരീക്ഷകർ വരുന്നത്, പിശാച് കടന്നു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഒന്നേയുള്ളൂ, യേശു മാത്രമാണ് പിശാചിൻ്റെ തല തകർത്തത്. യേശു മാത്രമാണ് പിശാചിനെതിരെ നിരന്തരം സമരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് യേശുവിനോട് തീർത്താൽ തീരാത്ത പകയാണ്. ഒരിക്കലും പിശാചിന് യേശുവിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഒരിക്കലും പിശാചിന് യേശുവിനെ തോൽപ്പിക്കുക സാധ്യമല്ല. പക്ഷേ യേശുവിനെ വേദനിപ്പിക്കുവാൻ സാധിക്കും. എങ്ങനെ? അവൻ്റെ മക്കളെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ട്, ദൈവമക്കളെ നമ്മളെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ട്, അശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ട്, പിശാചിൻ്റെ ആയുധങ്ങൾ നമ്മെ ധരിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിശാചിൻ്റെ ആയുധങ്ങളുടെ വാഹകരാക്കി തീർത്തുകൊണ്ട് പിശാചിന് യേശുവിനെ വേദനിപ്പിക്കാൻ സാധിക്കും. യേശുവിന് പ്രലോഭനമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളായി നമുക്കും പ്രലോഭനമുണ്ടാകാം. പ്രലോഭനമുണ്ടായി എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ പ്രലോഭനത്തിൽ നമ്മൾ തന്നെ വിട്ടുകൊടുത്തു, നമ്മൾ അതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പാപമായിട്ട് മാറുന്നത്. പ്രലോഭനമുണ്ടാകുമ്പോൾ നമ്മൾ അതിനെതിരെ പോരാടുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ നിത്യവും കൂദാശകൾ സ്വീകരിക്കുന്നവരാണ്. മാമോദീസായുടെ സൈന്യത്തിലൂടെ നമ്മൾ പരിശുദ്ധമൻ സ്വീകരിച്ചവരാണ്. വിശുദ്ധ കുർബാനിലൂടെ യേശുവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ നോമ്പുകാലം നമ്മൾ ശക്തി പ്രാപിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്, ഒരു ട്രെയിനിങ് പീരീഡാണ്. ആഫ്രിക്കയിലൊരു ട്രഡീഷനുണ്ട്. ആഫ്രിക്കയിൽ അവിടെ കുറേ ആളുകളെങ്കിലും അവർ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. പ്രകൃതി, നേച്ചർ വർഷിപ്പേഴ്സാണ്. പ്രകൃതിയിലെ സൃഷ്ടവസ്തുക്കളെ ആരാധിക്കുന്നവരാണ് ആഫ്രിക്കയിൽ കുറേ ആളുകളെങ്കിലും. അവർ മരങ്ങളെ ആരാധിക്കും. അപ്പോൾ ഈ ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളുടെ മൂപ്പൻ ഈ ജനങ്ങൾക്ക് ഓരോ മരങ്ങളെ കൊടുക്കും. ഓരോ വ്യക്തികൾക്ക് ഓരോ മരങ്ങളെ കൊടുക്കും, കുടുംബങ്ങൾക്ക് ഓരോ മരങ്ങളെ കൊടുക്കും. എന്നിട്ട് അവർ ആ മരത്തെ പോയി ആരാധിക്കണം. പക്ഷേ ഈ മൂപ്പൻ പരീക്ഷിക്കും, നോക്കും, ഇവർ പ്രാർത്ഥിക്കുവാനായിട്ട് മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാനായിട്ട് അവർ അത് ഒബ്സർവ് ചെയ്യും. അത് തിരിച്ചറിയുന്നത് ആ കുടുംബക്കാർ, ആ വീട്ടുകാർ, ആ ജനങ്ങൾ അവർക്ക് നൽകപ്പെട്ട മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലെ പുല്ലുകളൊക്കെ ചവിട്ടി മെതിച്ച് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. ഒരു വഴി രൂപപ്പെട്ടിട്ടുണ്ടാകും. അതില്ല, അവർ പോകാത്തവരാണ്, തീർച്ചയായിട്ടും അവിടെ പുല്ലുകളൊക്കെ മുളച്ച് ശക്തിയായിട്ട് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാം അവർ ഒരിക്കലും ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകാത്തവരാണെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മനുഷ്യരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതയാത്രയിലും വഴികളിലും തിന്മയുടെ കളകൾ രൂപപ്പെടും. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലെ സമൂഹത്തിലെ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വഴിത്താരയിൽ തിന്മയുടെ പുല്ലുകൾ മുളച്ചു പോകും. അങ്ങനെയുള്ള പുല്ലുകളെ പിഴുതെറിയുവാൻ, തിന്മയുടെ പുല്ലുകളെ പിഴുതെറിയുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ കുരിശ് വരച്ചിട്ടാണ് നോമ്പാചരിക്കാൻ തുടങ്ങിയത്. നെറ്റിയിൽ കുരിശ് വരച്ചു. കുരിശിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്, ഞാൻ എനിക്കുള്ളതല്ല, മറിച്ച് ഞാൻ നിങ്ങൾക്കുള്ളതാണ്, ഞാൻ ദൈവത്തിനുള്ളതാണ്, ഞാൻ സമൂഹത്തിനുള്ളതാണ്, ഞാൻ കുടുംബത്തിനുള്ളതാണ്. ഇതാണ് നമ്മൾ കുരിശ് വരയിലൂടെ പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. 2 പ്രാവശ്യം പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ യേശു ഹാപ്പി ആയില്ല. യേശു വീണ്ടും ചോദിക്കുകയാണ്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പത്രോസ് അല്പം ആലോചിച്ചു.
എന്തോ താൻ പറഞ്ഞതിലെ ചില പ്രശ്നം ആൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം മാറ്റി പറയുകയാണ്, നീയെല്ലാം അറിയുന്നു. അത്ര നേരം ഞാൻ എന്ന് പറഞ്ഞ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ പത്രോസ് അല്പം മാറ്റി പറഞ്ഞു, ഞാനെന്നുള്ള ഭാഗത്ത് നീ എന്ന് പറഞ്ഞു, നീയെല്ലാം അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വളരേണ്ടത് ഞാനെന്നുള്ള ഭാവത്തു നിന്നും നീ എന്ന ഭാവത്തിലേക്ക് വളരണം. അതാണ് നോമ്പുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ വളരേണ്ടത് ഞാനെന്നുള്ള ഭാവത്തു നിന്നും നീ എന്നുള്ള ഭാവത്തിലേക്ക്. നീ എന്ന് പറയുമ്പോൾ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് ദൈവമുണ്ട്, ഒന്ന് മനുഷ്യരുണ്ട്. നമ്മൾ വളരേണ്ടത് ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും. കുടുംബത്തിൽ ജീവിക്കുന്നവൻ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം സംതൃപ്തി ഇതല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് കുടുംബത്തിലുള്ളവരുടെ ക്ഷേമം, അവരുടെ നന്മ, അവരുടെ സംതൃപ്തി, അവരുടെ വളർച്ച, അവരുടെ വിജയം, അവരുടെ വിശ്വാസ വളർച്ച, ഇതായിരിക്കണം കുടുംബത്തിലെ ഓരോ വ്യക്തികളും അന്വേഷിക്കേണ്ടത്. സ്വന്തം ഇഷ്ടങ്ങളോ സ്വന്തം ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കുവാനുള്ള ജീവിത ശൈലിയല്ല കുടുംബജീവിതം, വിവാഹജീവിതം തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്നവർ, സമൂഹത്തിൽ ജീവിക്കുന്നവർ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കൂടപ്പിറപ്പിൻ്റെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാകണമെന്നുള്ളതാണ്. വീണ്ടും നമ്മൾ നോമ്പ് ആചരിക്കാൻ തുടങ്ങിയത് ഭസ്മം പൂശിയിട്ടാണ്, കരി തേച്ചിട്ടാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യ മണ്ണാണ്, മണ്ണിലേക്ക് പോകേണ്ടവനാണ് മനുഷ്യൻ എന്നുള്ളതാണ്. സങ്കീർത്തനം 90:10 പറയുന്നു, സങ്കീർത്തനം 90:10 പറയുന്നു, മനുഷ്യ ജീവിതം 70 വർഷം, ഏറിയാൽ 80 വർഷം. നോക്കിയേ, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഒരു 100 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിക്കുകയും, ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ കുഞ്ഞു പോലും ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. ഒരു 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നുണ്ടാവുകയില്ല. എല്ലാവരും മരിച്ചിട്ടുണ്ടാകും. നമ്മെക്കുറിച്ചുള്ള ഓർമ്മ പോലും പോയിട്ടുണ്ടാകും. ഒരാൾ പോലും ഓർക്കുന്നുണ്ടാവില്ല. 100 വർഷം മുമ്പത്തെ ആരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 100 വർഷം മുമ്പത്തെ ആരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് 100 വർഷം കഴിയുമ്പോൾ നമ്മെക്കുറിച്ചുള്ളൊരു ഓർമ്മ പോലും ഈ ലോകത്തുണ്ടാവുകയില്ല. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മുടെ വീടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, നമ്മൾ പൊതിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വർണ്ണ ആഭരണങ്ങളുണ്ടാകാം, വസ്തുവകകളുണ്ടാകാം, ഭൂമിയുണ്ടാകാം, നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികളുണ്ടാകാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ഇതൊക്കെ ഒരു 100 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ചില വ്യക്തികളായിരിക്കും അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അപ്പം എന്തു വേണം? ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനായിട്ട് മകളായി ജീവിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുക, കൂടപ്പിറപ്പിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ജീവിക്കുക, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനൊരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മളിപ്പോൾ നോമ്പിൻ്റെ വലിയ ഒരു തീവ്രതയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള കുരിശ് വരയോ അല്ലെങ്കിൽ കഠിനമായ തപസ്സോ എന്നുള്ളതിനേക്കുപരി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശുദ്ധിയുടെയും ജീവിത മാർഗത്തിൽ നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു സ്ത്രീ കുമ്പസാരിക്കാൻ വന്ന് ഓർക്കുന്നുണ്ട്. ഒരു ധ്യാന കേന്ദ്രത്തിൽ അവിടെ ധ്യാനത്തിന് വന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ കുമ്പസാരിക്കാൻ വന്നപ്പോൾ എന്നോട് പറയാം, അച്ചോ, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത്. ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടാണ്. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചില്ലെങ്കിൽ ക്ഷമിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് പ്രാർത്ഥിച്ചിട്ടാണ്, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരെയും ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടാകാം, വേദനിപ്പിച്ചിട്ടുണ്ടാകാം, കരയിപ്പിച്ചിട്ടുണ്ടാകാം, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകാം, മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. നമുക്ക് എത്ര നാൾ അങ്ങനെ പോകാൻ സാധിക്കും? മറ്റുള്ള വിധിച്ചും കുറ്റം പറഞ്ഞും കളിയാക്കിയും വിമർശിച്ചും കരയിപ്പിച്ചും എത്ര നാൾ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും? ജീവിതത്തിൽ മാറ്റം വേണം. ഇത് നവീകരണത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു കാലഘട്ടമായി, പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായി മാറ്റിയെടുക്കുവാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കുണ്ടാകേണ്ടത്. പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ. യേശുവിന് പ്രലോഭനമുണ്ടായപ്പോൾ യേശു എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? യേശുവിന് 3 പ്രലോഭനമാണ് മരുഭൂമിയിലുണ്ടായത്. 3 പ്രലോഭനങ്ങൾ യേശു എങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെയാണ്? വചനം പറഞ്ഞിട്ടാണ്. യേശു പഠിച്ചിരുന്ന നിയമാവർത്തന പുസ്തകം 6-8 അധ്യായത്തിനിടയിലുള്ള ചില വചനങ്ങളാണ് യേശു 3 പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. വചനശക്തിയിലാണ്, പഠിച്ച വചനമാണ് യേശു പ്രയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാകും, നിർബന്ധമായിട്ടുണ്ടാകും. പ്രലോഭനം ഉണ്ടായി എന്നുള്ളതല്ല, മറിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പാപകരമായിട്ടുള്ളത്. അതൊരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ എന്തു വേണം? വചനശക്തിയിൽ ആശ്രയിക്കണം, വചനം പഠിക്കണം, വചനം വായിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം.
അപ്പോൾ വചനം പഠിച്ച് വചനം പ്രാവർത്തികമാക്കി വചന ശക്തി കൊണ്ട് ഓരോ പ്രലോഭനങ്ങളെയും എതിർക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ പറയാണ്, അവൻ ഇങ്ങനെ ധ്യാനിക്കാനും മറ്റ് ഒരുപാട് സ്പിരിച്വലായിട്ട് വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ വീണു പോകുന്നതിനെ പറ്റിയാണ് അവനോട് പറയുന്നത്. ഒരു സ്ത്രീ, അവൻ പറയുകയാണ്, ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും, ഫോൺ വിളിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. അവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെയാണ്. ഈ സ്ത്രീ ഫോൺ വിളിച്ചിട്ട് നഗ്നത പ്രദർശിപ്പിക്കുകയാണ് വീഡിയോ കോൾ ചെയ്തിട്ട്. എന്നിട്ട് ഇവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അത് ഏത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, അങ്ങനെ ചെയ്യുന്ന വ്യക്തി അത് പിശാചിൻ്റെ ദൂതമായിട്ടാണ് വരുന്നത്. ആ നമ്പർ ബ്ലോക്ക് ചെയ്യണം, ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലാതെ അങ്ങനെ സംഭവിക്കുന്നില്ല പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ തോൽപ്പിക്കുവാനുള്ള, അത് പ്രലോഭനമാണ്, തിന്മയിലേക്കുള്ള ക്ഷണമാണ്. അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പാപത്തെ വെറുത്താൽ മാത്രം പോരാ, പാപ സാഹചര്യങ്ങൾ വെറുക്കേണ്ടതുണ്ട്. തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ വെറുക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ സമാനമായ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ വേറെ പറയാറുണ്ട്. ഈ ചെറുപ്പക്കാർ അവർ ചിലപ്പോഴൊക്കെ പെൺകുട്ടി ആൺകുട്ടിയും വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചില പെൺകുട്ടികൾ വന്ന് പറയാറുണ്ട്, ചില ആൺകുട്ടികൾ വന്ന് പറയാറുണ്ട്, 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം, 1 വർഷം കഴിഞ്ഞിട്ട്. പക്ഷേ ഇവർ വീഡിയോ കോൾ ചെയ്യും. കല്യാണമൊക്കെ ഉറപ്പിച്ചു, പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ സംബന്ധിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇടയ്ക്ക് അവർ ഫോൺ വിളിക്കും വിശേഷങ്ങൾ പറയാനായിട്ട്. അപ്പോഴൊക്കെ തിന്മയിലേക്ക് വീഴുവാനുള്ള ഒരു പ്രവണത, മോശം കാര്യങ്ങൾ, സെക്ഷലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് ശരീര പ്രദർശനം നടത്തുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും വിവാഹം എന്ന കൂദാശയോട് മാത്രം നിങ്ങൾ ഒന്നിച്ചാകുന്നുള്ളൂ. ദൈവം നിങ്ങൾ ഒരുമിപ്പിക്കുന്ന വിവാഹം എന്ന കൂദാശയോട് മാത്രമാണ്. അതിനു മുമ്പുള്ള ഏതൊരു സെക്ഷണൽ ആക്റ്റും ഏതൊരു സംസാരവും അത് വ്യഭിചാരമായിട്ട് തന്നെയാണ് കർത്താവ് പരിഗണിക്കുക. കാരണം കർത്താവിന് മുമ്പിൽ നിങ്ങൾ രണ്ടും 2 വ്യക്തികൾ തന്നെയാണ്. അപ്പം ഇതുപോലെ പിശാച് നമ്മെ തിന്മയിലേക്ക് നയിക്കുവാൻ പരീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രലോഭനങ്ങൾ പല വിധത്തിലാകാം. മദ്യത്തിന് വേണ്ടിയിട്ടുള്ള, ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള, സെക്ഷലായിട്ടുള്ള പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ള കുറ്റം പറയുവാനുള്ള പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. ആഗ്രഹമുണ്ടാകുമ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ജീവിതകാലം മുഴുവനും വിശ്വാസവിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഈ ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് ശബരിമലയിലേക്ക് ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർ മാല ധരിച്ച് അങ്ങനെ ശരണൊക്കെ വിളിച്ച് അങ്ങനെ പോയി തിരിച്ചു വരുവോളം അവർ വിളിക്കുന്ന പേരുണ്ട്. എന്ത് പേരിലാണ് അവർ അറിയപ്പെടുന്നത്? എന്താണ് അവർ പറയുക? സാമിമാരെന്ന് പറയുക അല്ലേ? സാമിയാണ്. അത് മാലയിട്ട് മല കയറി തിരിച്ചു വരുവോളം മാല ഊരുവോളമേ ഉള്ളൂ സാമിമാർ. അതിനുശേഷം അവർ സാമിമാരെന്ന് വിളിക്കാറില്ല. പക്ഷെ നമ്മുടെ തിയോളജി അനുസരിച്ച് നമ്മൾ മാമോദീസ സ്വീകരിച്ച ആ നിമിഷം മുതൽ, നമ്മൾ കുഞ്ഞുനാൾ മുതൽ മാമോദീസ സ്വീകരിച്ച നിമിഷം മുതൽ മരണം വരേക്ക് നമ്മൾ ആരാണ്? ദൈവമക്കളാണ്. 50 ദിവസത്തെ നോമ്പാചരണത്തിൽ മാത്രമല്ല നമ്മൾ ദൈവമക്കൾ, ജീവിതകാലം മുഴുവനും ദൈവമക്കളാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ വിശ്വാസം വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ കാലഘട്ടമാണ് ഈ 50 ദിവസം. അപ്പോൾ 50 ദിവസം നമ്മൾ ട്രെയിനിങ് നടത്തുന്നു. ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എക്സ്പെർട്ടാകുന്നു. ആ പുണ്യങ്ങളിൽ യേശുവിന് മുന്നിൽ നമ്മൾ എക്സ്പെർട്ടാകുന്നു. പിന്നെ ജീവിതകാലം മുഴുവനും ആ പുണ്യത്തിൽ നമ്മൾ വളർന്നുകൊള്ളുമെന്നുള്ളതാണ് സഭ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പുണ്യമാസത്തിൻ്റെ, ഈ പുണ്യകാലഘട്ടത്തിൻ്റെ, ഈ നോമ്പാചരണത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഉത്തരവാദിത്വം ദൈവമക്കളുടെ പദവി നിലനിർത്തുക എന്നുള്ളതാണ്. യേശുവിന്റെ മൂല്യങ്ങൾ വളരുക എന്നുള്ളതാണ്. തിന്മയുടെ പിശാചിൻ്റെ പ്രലോഭനം ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകേണ്ടവരാണ്. യേശു പിശാചിനെതിരെ മാത്രമാണ് യുദ്ധം ചെയ്തെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വവും പിശാചിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.